ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ അഗെയിൻ. നമ്മൾ ഇതുവരെ ISO 17025 വേരിയസ് ക്ലോസസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 7.6 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്ലോസ് 7.7 എൻഷുറിംഗ് ദ വാലിഡിറ്റി ഓഫ് റിസൾട്ട്. അതായത് നമ്മൾ കാലിബ്രേഷനോ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നമ്മുടെ റിസോഴ്സസ്, പേഴ്സണൽ, എക്യുപ്മെന്റ്, എൻവിറോൺമെന്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ആസ് പെർ ദ പ്രൊസീജിയർ, ആസ് പെർ ISO 17025 എന്ത് വേണം അതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ് ഇപ്പോൾ. ബട്ട് എന്നാൽ പോലും നമ്മൾ കൊടുക്കുന്ന റിസൾട്ട് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസിന്റെ ആവശ്യമാണ്. അതാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. 7.7 പറയുന്നത് എൻഷുറിംഗ് ദ വാലിഡിറ്റി ഓഫ് റിസൾട്ട്. നിങ്ങൾ റിസൾട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമർക്ക് ഇൻ ദ ഫോം ഓഫ് എ കാലിബ്രേഷൻ റിപ്പോർട്ട് ഓർ ടെസ്റ്റ് റിപ്പോർട്ട്. അപ്പോൾ ആ റിപ്പോർട്ട് ശരിയാണോ, കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ല ശരിയാണോ? നിങ്ങൾ ട്രെയിനിങ് ചെയ്തിട്ടുള്ള പേഴ്സണലും നിങ്ങൾ കാലിബ്രേഷനും സർവീസും ഇന്റർമീഡിയറ്റ് ചെക്കും എല്ലാം ചെയ്ത എക്യുപ്മെന്റ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. വേണ്ട രീതിയിലുള്ള എൻവിറോൺമെന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ വി ഹാവ് ടു എൻഷുർ ദാറ്റ് നമ്മൾ കൊടുക്കുന്ന റിസൾട്ട് കറക്റ്റ് ആണ് എന്ന് നമ്മൾ ഉറപ്പിക്കാനുള്ള ചില എക്സസൈസുകൾ ചെയ്യണം. അതാണ് 7.7 അഡ്രസ് ചെയ്യുന്നത്. 7.7.1 The laboratory shall have a procedure for monitoring the validity of results. The resulting data shall be recorded in such a way that trends are detectable, and where practicable, statistical techniques shall be applied to review the results. The monitoring shall be planned and reviewed and shall include, where appropriate, but not limited to. സ്റ്റാൻഡേർഡ് തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് ഉറപ്പിക്കാൻ വേണ്ടി, ഷുവറാക്കാൻ വേണ്ടി ചില റെക്കമെൻഡഡ് എക്സസൈസുകളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ ലാബിലേക്ക് ഏതാണോ സ്യൂട്ടബിൾ അത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. 2 or 3 നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. അതിന് നിങ്ങൾക്കൊരു പ്രൊസീജിയർ വേണം. ലബോറട്ടറി ഷാൾ ഹാവ് എ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു പ്രൊസീജിയർ വേണം. ആ പ്രൊസീജിയർ പ്രകാരം അപ്പോൾ അതിനൊരു ഷെഡ്യൂൾ വേണം, ഒരു പ്ലാൻ വേണം, ഒരു ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് പ്ലാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കണം. അതിനനുസരിച്ച് നിങ്ങളിത് ചെയ്തതായിട്ടുള്ള റെക്കോർഡുകൾ നിങ്ങളത് ഫയൽ ചെയ്ത് വെക്കും വേണം. എന്തെല്ലാമാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്? യൂസ് ഓഫ് റെഫറൻസ് മെറ്റീരിയൽ ഓർ ക്വാളിറ്റി കൺട്രോൾ മെറ്റീരിയൽ. ഇപ്പോൾ ചില ടെസ്റ്റിംഗ് ലാബുകാരൊക്കെ ചെയ്യുന്ന കാര്യമാണ്, നിങ്ങൾക്കൊരു റെഫറൻസ് മെറ്റീരിയൽ, ഒരു സർട്ടിഫൈഡ് റെഫറൻസ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസ്ട്രുമെന്റേഷൻ കറക്റ്റ് ആണോ, റീഡിംഗ് തരുന്നത് ചെക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ റെക്കോർഡ് അത് ചെക്ക് ചെയ്തു എന്നതിൻ്റെ റെക്കോർഡ് നിങ്ങൾ ഫയലിൽ സൂക്ഷിക്കണം. Use of alternative instrumentation that has been calibrated to provide traceable results. നിങ്ങളൊരു ഇൻസ്ട്രുമെന്റേഷൻ ഉപയോഗിച്ചാണ് ആ കാലിബ്രേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ അതിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള വേറൊരു ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടും അത് ചെയ്ത് നോക്കുക. അത് 2 വാല്യൂ നിങ്ങളുടെ കയ്യിലുണ്ടാവും, 2 റോ ഡാറ്റ ചെക്ക് ഷീറ്റുകൾ ഉണ്ടാവും. 2 നിങ്ങൾ കമ്പയർ ചെയ്യുക. രണ്ട് റിസൾട്ടും ഓക്കെയാണ്, ഒരേപോലെയാണ് വരുന്നത്. 2 or 3 നിങ്ങൾക്ക് എക്സസൈസുകൾ ചെയ്യാം. 2 or 3 ഇൻസ്ട്രുമെന്റേഷൻ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഇൻസ്ട്രുമെന്റേഷൻ നിങ്ങൾ കാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണിത്. നെക്സ്റ്റ്, ഫങ്ഷണൽ ചെക്ക് ഓഫ് മെഷറിംഗ് ഓർ ടെസ്റ്റിംഗ് എക്യുപ്മെന്റ്. ചിലപ്പോൾ വേറെ ഒന്നും കൂടുതൽ ചെയ്യാനുണ്ടാവില്ല. അതൊരു നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഷറിംഗ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ടെസ്റ്റ് എക്യുപ്മെന്റിന് അതിന്റെ ഫങ്ഷണൽ ചെക്ക് മാത്രം ചെയ്യുക. ഫങ്ഷണൽ ചെക്ക് കാരിഡ് ഔട്ട് എന്നതിൻ്റെ വേരിയസ് ഒരു ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾക്ക് ഫയൽ ചെയ്ത് വെക്കാം. യൂസ് ഓഫ് ചെക്ക് ഓർ വർക്കിംഗ് സ്റ്റാൻഡേർഡ് വിത്ത് കൺട്രോൾ ചാർട്ട് വെയർ അപ്ലിക്കബിൾ. നിങ്ങളുടെ വർക്കിംഗ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൈക്രോമീറ്ററോ വെർനിയർ കാലിപ്പറോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ വർക്കിംഗ് സ്റ്റാൻഡേർഡ് ഇൻസൈഡ് ദ ലാബ് അല്ലെങ്കിൽ ഇൻസൈഡ് ദ മാനുഫാക്ചറിങ് ഫെസിലിറ്റി എവിടെയായാലും. അപ്പോൾ അതെടുത്ത് അത് യൂസ് ചെയ്ത് അത് നിങ്ങൾ കാലിബ്രേഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ എന്നിട്ട് അതിൻ്റെ ഒരു റെക്കോർഡ് ഉണ്ടാക്കി വെക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കാലിബ്രേഷൻ ശരിയാണ്, അതിൻ്റെ റെക്കോർഡ് ഫോർമാറ്റ്, ഡോക്യുമെന്റേഷൻ എല്ലാം കറക്റ്റ് ആണ് എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. പിന്നെ ഇന്റർമീഡിയറ്റ് ചെക്ക് ഓൺ മെഷറിംഗ് എക്യുപ്മെന്റ്. ഇന്റർമീഡിയറ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ 2 കാലിബ്രേഷന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കിംഗ് ആണ് ഇന്റർമീഡിയറ്റ് ചെക്ക്. അപ്പോൾ ഒരു ഫോർമൽ ആയിട്ടുള്ള പ്ലാൻ കൂടാതെ അതിനിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ചില സാധനങ്ങളെല്ലാം ഡെയിലി ചെക്ക് ചെയ്യേണ്ടി വരും ബിഫോർ ദ യൂസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യുക. കാരണം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ കൊടുക്കുന്ന വാല്യൂ കറക്റ്റ് ആണ് എന്ന് ഉറപ്പിക്കാനുള്ള ഒരു ഇൻ ബിറ്റ്വീനുള്ള എക്സസൈസ് ആണിത്. അപ്പാർട്ട് ഫ്രം ദ ഫോർമൽ ട്രെയിനിങ് ഒക്കെ അതേപോലെ നടക്കും വേണം. Next, replicate test or replicate calibration using the same or different method. സാധാരണ എല്ലാ കാലിബ്രേഷൻ ലാബും ടെസ്റ്റിംഗ് ലാബുകാരും ചെയ്യുന്ന ഒരു എക്സസൈസ് ഇതാണ്, റെപ്ലിക്കേറ്റ് ടെസ്റ്റ്.
അതായത് ഒരേ ടെസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആളുകളെ കൊണ്ട് ഡിഫറെൻറ്റ് കെമിസ്റ്റിനെ കൊണ്ട് എഞ്ചിനീയേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുക, എന്നിട്ട് അവരുടെ എല്ലാം വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുക. ആ കോറിലേഷൻ അതിന് ഏതാണ് ചിലപ്പോൾ എക്സ്ട്രീം, ചിലവരുടെ വാല്യൂ ഭയങ്കര എക്സ്ട്രീം പ്ലസിലേക്കോ എക്സ്ട്രീം മൈനസിലേക്കോ പോയിരിക്കും. അപ്പോൾ അതിനെന്താണ് സംഭവിച്ചത്, വൈ ഇറ്റ് ഈസ് സോ എന്ന് നിങ്ങൾ റൂട്ട് കോസ് അനാലിസിസ് നടത്തണം. അപ്പോൾ ചിലപ്പോൾ അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഷോർട്ട് ഫാൾ ആണെങ്കിൽ അവർക്ക് അഡീഷണൽ ട്രെയിനിങ് കൊടുക്കുക, ദാറ്റ്സ് എ കറക്റ്റീവ് ആക്ഷൻ. അല്ലെങ്കിൽ ആ പ്രൊസീജിയർ മാറ്റി അവരുടെ എക്യുപ്മെൻറ്റ് റിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഒരാൾ മാത്രം ഈ തെറ്റായ വാല്യൂ കൊടുക്കുന്നത്, മറ്റുള്ളവരെല്ലാം പറയുന്ന വാല്യൂ വേറെ, ഇയാൾ പറയുന്ന വാല്യൂ വേറെയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു എഞ്ചിനീയർ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തെറ്റായ റിസൾട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും, നമ്മൾ ഇത് പിടിക്കപ്പെടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അത് ഉണ്ടെങ്കിൽ അത് പിടിക്കപ്പെടാനും അതിന് കറക്റ്റീവ് ആക്ഷൻ നടത്താനും വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇത്തരം എക്സസൈസ് നടത്തുന്നത്. അടുത്തത് റീടെസ്റ്റിംഗ് ഓർ റീകാലിബ്രേഷൻ ഓഫ് റീറ്റെയിൻഡ് ഐറ്റം. നിങ്ങൾ തന്നെ റീടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ ആൾ തന്നെ ഒരേ എൻവിറോൺമെന്റിൽ ഒരേ മാസ്റ്റർ യൂസ് ചെയ്തിട്ട് ഒരേ DUCയെ ഒന്നിൽ കൂടുതൽ തവണ ചെയ്യുക, ഡിഫറെൻറ്റ് ടൈമിൽ ചെയ്യാം. ഒന്ന് ഇന്ന് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് കയ്യിൽ വെക്കുക, ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ സെയിം സാധനം സെയിം എൻവിറോൺമെന്റിൽ സെയിം പേഴ്സൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ രണ്ട് റിസൾട്ടും ഒരേപോലെ തന്നെ ആയിരിക്കണം തിയററ്റിക്കലി. ചെറിയ ഒരു മൈനർ നിങ്ങളുടെ അക്സെപ്റ്റൻസ് ക്രിറ്റീരിയയിൽ ഉള്ളിൽ വരുന്ന ഒരു ചെറിയൊരു ഡീവിയേഷൻ മാത്രമേ അതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ യു ഹാവ് ടു സസ്പെക്ട് ദാറ്റ് ദർ ഇസ് സം പ്രോബ്ലം വിത്ത് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ മെത്തേഡ് യൂസ്ഡ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനെ കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റും. നെക്സ്റ്റ്, കോറിലേഷൻ ഓഫ് റിസൾട്ട്സ് ഫോർ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐറ്റം. ചിലപ്പോൾ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആ ഐറ്റത്തിൻ്റെ ഒന്നിച്ച് ചെയ്യാൻ പറ്റാതെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് നിങ്ങൾ കമ്പൈൻ ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് പ്രഷർ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഇപ്പോൾ ഡിറൈവ്ഡ് പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് കമ്പൈൻ ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. ഉദാഹരണത്തിന് ഫോഴ്സ് പെർ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. ഫോഴ്സ് വേറെ ചെയ്ത് നോക്ക്, ഏരിയ വേറെ ചെയ്ത് നോക്ക്, എന്നിട്ട് രണ്ടും കൂടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന പ്രഷറും നിങ്ങൾ ഡയറക്റ്റ്ലി പ്രഷറായിട്ട് കിട്ടുന്നതും തമ്മിൽ കോറിലേറ്റ് ചെയ്യാം. അങ്ങനെ അത് കറക്റ്റാണോ എന്ന് ഉറപ്പിക്കാം. ഒരു എക്സാമ്പിളിനാണ് ഞാൻ പ്രഷർ ഗേജ് എടുത്ത് പറഞ്ഞത്. നോർമലി പ്രഷർ ഗേജ് ഒന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് റെപ്ലിക്കേറ്റ് ടെസ്റ്റോ അല്ലെങ്കിൽ റീകാലിബ്രേഷനോ ഒക്കെ ചെയ്യുകയായിരിക്കും കൂടുതൽ ബെറ്റർ. നെക്സ്റ്റ്, റിവ്യൂ ഓഫ് റിപ്പോർട്ടഡ് റിസൾട്ട്. നിങ്ങൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത റിസൾട്ടിൻ്റെ കോപ്പി നിങ്ങളുടെ അടുത്ത് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരു 10 എടുത്തിട്ട് ഒന്ന് റിവ്യൂ ചെയ്യാം. അപ്പോൾ യു ക്യാൻ ഫൈൻഡ് ഔട്ട് അതിലേതെങ്കിലും ടൈപ്പിംഗ് എറർ ഉണ്ടോ, കോപ്പി പേസ്റ്റ് ചെയ്തിട്ടായിരിക്കും റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെല്ലാം എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ പിന്നെ റിപ്പീറ്റ് ചെയ്തേ പോകുന്നുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അതിന് കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റും. ഇൻട്രാ ലബോറട്ടറി കമ്പാരിസൺ. ഇൻട്രാ ലബോറട്ടറി പറഞ്ഞാൽ ലാബിൻ്റെ ഉള്ളിൽ തന്നെയുള്ള രണ്ട് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സോ ഡിഫറെൻറ്റ് ടേബിൾസോ അവർ ഒരേ സാധനം തന്നെ അവരുടെ അടുത്ത് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കാലിബ്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് രണ്ട് വാല്യൂം കൂടി കമ്പയർ ചെയ്യാം. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു വാല്യൂ ഏതെങ്കിലും ഡിഫറൻസ്, രണ്ട് വാല്യൂ സെയിം തന്നെ ആയിരിക്കണം, രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് നടത്താം, എന്നിട്ട് അതിനൊരു കറക്റ്റീവ് ആക്ഷൻ കണ്ടെത്താം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻട്രാ ലബോറട്ടറി ടെസ്റ്റിംഗ് ഓഫ് ബ്ലൈൻഡ് സാമ്പിൾ. ടെസ്റ്റിംഗ് ലാബുകാർ ചെയ്യുന്നതാണ് ബ്ലൈൻഡ് സാമ്പിൾ. അതിൻ്റെ പാരാമീറ്റർ ഒന്നും നമുക്ക് അറിയില്ല, അത് കുറേ പേര് ചെയ്യുന്നു. എന്നിട്ട് ആ റിസൾട്ടുകളെല്ലാം നമ്മൾ അതിനെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ സെറ്റ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും പാരാമീറ്ററിലൊക്കെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം, എന്നിട്ട് അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻ എടുക്കാം. നോർമലി ടെസ്റ്റിംഗ് ലാബുകാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. 7.7.2 The laboratory shall monitor its performance by comparison with the results of other laboratories where available and appropriate. This monitoring shall be planned and reviewed and shall include but not limited to either or both of the following. അതായത് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നതെല്ലാം നമ്മുടെ ലാബിൻ്റെ ഉള്ളിൽ തന്നെയുള്ള എക്സസൈസുകളാണ്. ഈ റീകാലിബ്രേഷനോ റെപ്ലിക്കേറ്റോ ഇന്റർമീഡിയറ്റ് ചെക്കോ ഇതെല്ലാം നമ്മൾ ഇൻസൈഡ് ദ ലാബ് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത് നമുക്കൊരു ഇന്റർ ലബോറട്ടറി കമ്പാരിസൺ കൂടി ആവശ്യമാണ്. അതായത് ഒരു ടെസ്റ്റ് നമ്മുടെ ഫെസിലിറ്റി വെച്ച് നമ്മുടെ ലാബോറട്ടറിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു, ഇതേ സാമ്പിൾ മറ്റൊരു ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിക്കുന്നു, എന്നിട്ട് രണ്ട് റിസൾട്ടും കൂടി കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം, 2 or 3 അതിൽ കൂടുതലോ ലാബുകളായിട്ട് കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ലാബ് ഒരു റെഫറൻസ് ലാബായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട EN വാല്യൂ ആണ്. അത് കുറേ ലാബുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെറ്റ് സ്കോറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നോർമലി കാലിബ്രേഷൻ ലബോറട്ടറികളെല്ലാം EN വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു.
ടെസ്റ്റിംഗ് ലബോറട്ടറികൾ അധികവും സെറ്റ് സ്കോറാണ് കാലിബ്രേറ്റ് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇനി പാസ്സല്ലെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റൂട്ട് കോസ് ആൻഡ് വി ഹാവ് ടു ഡു ദ കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ പാർട്ടിസിപ്പേഷൻ ഇൻ പ്രൊഫിഷ്യൻസി ടെസ്റ്റിംഗ് പ്രോഗ്രാം. പ്രൊഫിഷ്യൻസി ടെസ്റ്റിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർ ലബോറട്ടറി കമ്പാരിസൺ ആണ്. ഇപ്പോൾ ഈ പ്രൊഫിഷ്യൻസി ടെസ്റ്റിംഗ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, നമ്മൾ PT പ്രൊവൈഡേഴ്സ് എന്ന് പറയും. അവർ ISO ISC 17043 അക്രഡിറ്റഡ് എൻറ്റൈറ്റീസ് ആണ്. അപ്പോൾ അവരിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് സാമ്പിൾ അയച്ചു തരും. ആ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് നമ്മൾ അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുക. അവർ ഇതേ സാമ്പിൾ വേറെ ഡിഫറെൻറ്റ് ലാബുകളിലേക്ക് അയച്ചു കൊടുത്ത റിസൾട്ട് നമ്മുടെ റിസൾട്ടും അവരുടെ റിസൾട്ടും കൂടി കമ്പയർ ചെയ്ത് EN വാല്യൂ അല്ലെങ്കിൽ സെറ്റ് സ്കോർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഫോർമൽ റിപ്പോർട്ട് നമുക്ക് അയച്ചു തരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും വേർ വി സ്റ്റാൻഡ്സ് എന്ന്. നമ്മൾ ആവറേജിൽ നിന്ന് എത്ര ദൂരത്താണ് നിൽക്കുന്നത്, മൈനസ് സൈഡോ പ്ലസ് സൈഡോ ഒക്കെ എത്ര നമ്മുടെ ഡീവിയേഷൻ കണ്ടെത്തി നമുക്കതിന് റൂട്ട് കോസ് അനാലിസിസ് നടത്താൻ പറ്റും. അതല്ല ഇനിയിപ്പോൾ ഒരു ഫോർമൽ PT പ്രൊവൈഡർ അവൈലബിൾ അല്ലെങ്കിൽ യു ക്യാൻ ഡു ദിസ് ഇന്റർ ലബോറട്ടറി കമ്പാരിസൺ യുവർ സെൽഫ്. അതായത് നിങ്ങൾക്ക് തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുക, നിങ്ങൾ തന്നെ ഒരു ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കാലിബ്രേഷൻ ചെയ്യുക. ഇതേ സാമ്പിൾ അല്ലെങ്കിൽ ഇതേ ഇൻസ്ട്രുമെന്റ് വേറൊരു റെഫറൻസ് ലാബിലേക്ക് അയച്ചു കൊടുക്കുക. ഈ റെഫറൻസ് ലാബ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അവരുടെ CMC നമ്മളെക്കാൾ കുറഞ്ഞതായിരിക്കണം. CMC എത്രയോ കുറയുന്നു അതാണ് നല്ല ലാബ്. അപ്പോൾ നമ്മുടെ ലാബ് നമ്മുടെ CMCയെക്കാളും കുറവുള്ള CMC ഉള്ള ലാബിനെ വേണം നമുക്കതിന് സെലക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്റർ ലബോറട്ടറി കമ്പാരിസൺ അതർ ദാൻ പ്രൊഫിഷ്യൻസി ടെസ്റ്റിംഗ്. പ്രൊഫിഷ്യൻസി ടെസ്റ്റിംഗ് പറഞ്ഞാൽ PT പ്രൊവൈഡേഴ്സ് ചെയ്യുന്ന കാര്യമല്ലാതെ നമ്മൾ സ്വയം ചെയ്യുന്ന ഇന്റർ ലബോറട്ടറി കമ്പാരിസണും ചെയ്യാം. ഐദർ ഓഫ് ദിസ് ടു, A or B നമുക്ക് ചെയ്തിരിക്കണം. അതിന് നമുക്കൊരു പ്ലാൻ വേണം. ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ ചെയ്തു എന്നുള്ളതിൻ്റെ റെക്കോർഡ് വേണം. ആ റെക്കോർഡ് നമ്മളൊരു ബോക്സ് ഫയലിൽ സൂക്ഷിക്കും വേണം. 7.7.3 Data from monitoring activities shall be analyzed, used to control and, if applicable, improve the laboratory's activities. If the results of the analysis of the data from monitoring activities are found to be outside predefined criteria, appropriate action shall be taken to prevent incorrect results from being reported. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാ? ടു പ്രിവെന്റ് ദ ഇൻകറക്റ്റ് റിപ്പോർട്ട് ഫ്രം ബീയിങ് റിപ്പോർട്ടഡ്. ഇൻകറക്റ്റ് ആയിട്ട് റിസൾട്ട് കസ്റ്റമർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിലൊരു കരുതലാണിത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആ മോണിറ്ററിങ് ആക്ടിവിറ്റീസ് നമ്മൾ അനലൈസ് ചെയ്യുക. എന്നിട്ട് അതിന് സ്റ്റാറ്റിസ്റ്റിക്കലി ചിലപ്പോൾ EN വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, സെറ്റ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ഓക്കെ, പാസ് അല്ലെങ്കിൽ നമുക്കതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് കണ്ടുപിടിച്ച് അതിനുള്ള കറക്റ്റീവ് ആക്ഷൻ ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പിന്നെ അടുത്ത ക്ലോസ് 7.8 റിപ്പോർട്ടിംഗ് ഓഫ് റിസൾട്ട്സ് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ. അതർവൈസ് യു ക്യാൻ സെൻഡ് എ മെയിൽ ടു അസ്. Okay, thank you very much.